നമസ്കാരം. രാജ്യസഭയിൽ ചിരിയുണർത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ നാക്കുപിഴ. സ്ത്രീ പ്രാതിനിധ്യം സംബന്ധിച്ച് രാജ്യസഭയിൽ നടന്ന ചർച്ചയ്ക്കിടെയായിരുന്നു സംഭവം നടന്നത്. ലോക്സഭയിലെ BJP സർക്കാരിന്റെ ഭൂരിപക്ഷം സംബന്ധിച്ചായിരുന്നു ഖാർഗെയുടെ പരാമർശം. നിങ്ങൾക്ക് 330-334 സീറ്റുകളുടെ ഭൂരിപക്ഷം ലോക്സഭയിലുണ്ട്. ഇപ്പോൾ ഇത് 400 കടന്നിരിക്കുകയാണെന്നാണ് ഖാർഗെ പറഞ്ഞത്. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്. और लेकर आपका इतना बहुमत है, अब तो पहले 330 334 की, अब ने तो 400 पार हो रहा है. अरे 400 अरे तुम चुन के आओ सर, मेरा दावा है ये लोग ठहर के चुन के आने दो सब. नहीं, ये लोग ठहर के चुन के आने दो. വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP 400-ലധികം സീറ്റുകൾ നേടുമെന്ന BJP നേതാക്കൾ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെയാണ് മല്ലികാർജുൻ ഖാർഗെ BJPയുടെ ഭൂരിപക്ഷം 400 കടന്നുവെന്ന് പറയുന്നത്. ഖാർഗെയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ സഭയിലുണ്ടായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലും മറ്റ് അംഗങ്ങളുമെല്ലാം പൊട്ടിച്ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം. ഖാർഗെ ഒടുവിൽ സത്യം പറഞ്ഞിരിക്കുകയാണെന്നും അതിൽ സത്യമല്ലാതെ മറ്റൊന്നില്ലെന്നുമായിരുന്നു ഖാർഗെയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പീയൂഷ് ഗോയൽ സഭയിൽ പറഞ്ഞത്. അതേസമയം BJPയുടെ ഔദ്യോഗിക X അക്കൗണ്ടിലും ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ തന്റെ പരാമർശത്തിന് ഖാർഗെ സഭയ്ക്കുള്ളിൽ തന്നെ വിശദീകരണവും നൽകിയിട്ടുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവിനെ ആരും ഇത്രയധികം അഭിനന്ദിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്തിനാണ് എന്നെ പ്രശംസിക്കുന്നതെന്ന് എനിക്കറിയാം. 400-500 സീറ്റിൽ കൂടുതൽ കിട്ടുമെന്നാണ് BJP കാഹളം മുഴക്കുന്നത്. എന്നാൽ BJP ഇക്കുറി 100 സീറ്റുകൾ പോലും കടക്കില്ല. കാരണം ഇന്ത്യ മുന്നണി ശക്തമാണെന്നായിരുന്നു ഖാർഗെയുടെ അവകാശവാദം. എന്നാൽ ഇന്ത്യ മുന്നണിയിലെ ഓരോ അംഗങ്ങൾ വച്ച് ദിവസേന സഖ്യം വിടുകയാണെന്നും അങ്ങനെയൊരു സഖ്യം നിലവിലുണ്ടോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ലെന്ന് പീയൂഷ് ഗോയലും തിരിച്ചടിച്ചു. കാരണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് ജോഡോ ന്യായ് യാത്ര ആരംഭിച്ചത് മുതൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ താഴെയിറക്കാൻ രൂപീകരിച്ച അവിയൽ മുന്നണി തകർന്ന് തരിപ്പണമാകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യ സഖ്യ അംഗമായിരുന്ന മമതാ ബാനർജി തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആം ആദ്മി പാർട്ടിയും സഖ്യത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. കൂടാതെ നിതീഷ് കുമാർ BJPയിലേക്ക് തന്നെ തിരിച്ചുപോയി. എന്നിട്ടാണ് ഇന്ത്യ മുന്നണി ശക്തമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അവകാശവാദം ഉന്നയിക്കുന്നത്. എന്തായാലും മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞതുപോലെ BJPയുടെ ഭൂരിപക്ഷം ഇത്തവണ 400 കടന്നിരിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.